ഇപ്പോൾ സമയം ചൊവ്വാഴ്ച ദിവസം വൈകിട്ട് ഒരു 3 മണി കഴിഞ്ഞിട്ടുണ്ട്. 3 മണി 3:15 അതായത് നമ്മൾ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്ന സമയമാണ്. നിലവിലുള്ള നമ്മുടെ നിഫ്റ്റിയുടെ എക്സ്പയറി അവസാനിച്ചിട്ട് പുതിയൊരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പോവുകയാണ്. എൻ്റർ ചെയ്യുന്ന സമയത്ത് അയൺ കോണ്ടോർ പൊസിഷനിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. അയൺ കോണ്ടോർ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ അറ്റ് എ ടൈം എപ്പോഴും 4 പൊസിഷൻസ് ഉണ്ടാവും. അതായത് കോള് സെല് ചെയ്തിട്ടുള്ള ഒരു പൊസിഷൻ, തന്നെ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 6.1 റുപ്പീസിനാണ് കോൾ സെല്ല് ചെയ്തിട്ടുള്ളത്. 25,700 കോൾ ഓപ്ഷനാണ് സെല്ല് ചെയ്തിട്ടുള്ളത്. അതിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 150 പോയിൻ്റ് എവേ ഉള്ള 3.25 റുപ്പീസ് പ്രീമിയം ഉള്ള ഒരു കോൾ ഓപ്ഷൻ ബൈ കൂടെ ചെയ്തിട്ടുണ്ട്. ദെൻ പുട്ടിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ പുട്ട് സെല്ല് ചെയ്തത് 8.9 റുപ്പീസിൻ്റെ പുട്ടാണ്. അതിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് 5.6 പുട്ട് ഓപ്ഷൻ ബൈ കൂടെ ചെയ്തിട്ടുണ്ട്. അതായത് കോൾ സൈഡിൽ നിന്നും പുട്ട് സൈഡിൽ നിന്നും കിട്ടാൻ പോകുന്ന പോയിന്റ് പെർ ലോട്ടിൽ നമുക്ക് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി കോൾ സൈഡിൽ ഒരു 3 രൂപയും പുട്ട് സൈഡിൽ അതുപോലെ തന്നെ ഒരു 3 രൂപയും ടോട്ടൽ അങ്ങനെ ഒരു 6 പോയിന്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. മാർക്കറ്റ് നമ്മൾ വിചാരിച്ച പോലെ ഇങ്ങനെ സൈഡ് വൈസ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൺഡേ മോർണിംഗ് ഒക്കെ ആവുന്നതോട് കൂടിയിട്ട് തന്നെ കോൾ സൈഡിൽ നിന്ന് ഒരു 3 രൂപയും പുട്ട് സൈഡിൽ നിന്ന് ഒരു 3 രൂപയും എടുത്തുകൊണ്ട് ട്രേഡ് അവസാനിപ്പിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഡിപ്ലോയ് ചെയ്യുന്ന ക്യാപിറ്റലിൻ്റെ പുറത്ത് ഒരു 0.5% ആണ് ആസ് ഓഫ് നൗ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് സ്ട്രാറ്റജി ബിൽഡറിലേക്ക് പോയിട്ട് നിലവിലുള്ള പൊസിഷൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. എത്ര ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്യണം, ഡിപ്ലോയ് ചെയ്യുന്ന ക്യാപിറ്റലിന് പുറത്ത് എത്രയാണ് പ്രോഫിറ്റ് കിട്ടാൻ പോകുന്നത്, നമ്മുടെ ഈ ഒരു ട്രേഡിന് ഈ ഒരു സ്ട്രാറ്റജിക്ക് എത്ര പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള അയൺ കോണ്ടോർ പൊസിഷൻ സ്ട്രാറ്റജി ബിൽഡറിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ 4 ലെഗുകളിലാണ് എൻ്റർ ചെയ്തിട്ടുള്ളത്. സോ ഒരു ലോട്ട് വെച്ചിട്ട് എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി വരുന്ന എമൗണ്ട്, ഒരു ലോട്ടിന് വേണ്ടി വരുന്ന എമൗണ്ട് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫണ്ട് 88,000 റുപ്പീസ് വേണ്ടി വരും ഇങ്ങനെ ഒരു ട്രേഡിൽ എൻ്റർ ചെയ്യാനായിട്ട്. ദെൻ നമുക്ക് കിട്ടാൻ പോകുന്ന മാക്സിമം പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 488 രൂപ. അതായത് ഡിപ്ലോയ് ചെയ്യുന്ന ക്യാപിറ്റലിൻ്റെ പുറത്ത് 0.52%. അപ്പോൾ ഇനീഷ്യൽ ടൈമിൽ ഒരു 0.52%-ന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡിൽ എൻ്റർ ചെയ്യുന്നത്. ദെൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു 0.71%-ൻ്റെ അവിടേക്ക് എത്തിക്കാനായിട്ട് നോക്കാം. നിലവിൽ പ്രോബിലിറ്റി ഓഫ് പ്രോഫിറ്റ് പറയുന്നത് 91% പ്രോബിലിറ്റി ഓഫ് പ്രോഫിറ്റ് ഉണ്ട്, സക്സസ് ആവാൻ സാധ്യതയുണ്ട്. നമ്മുടെ പേ ഓഫ് ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇതുപോലെയാണ് നമ്മുടെ പേ ഓഫ് ഗ്രാഫ് വന്നിട്ടുള്ളത്. ദെൻ ഇനി നമുക്കൊരു ഫ്രൈഡേ ഈവനിങ്ങോ അല്ലെങ്കിൽ മൺഡേ മോർണിംഗ് ഒക്കെ ആവുന്നതോട് കൂടിയിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ എൻ്റെ ടാർഗറ്റ് ഡേറ്റ് മൺഡേ മോർണിംഗിലേക്ക് ഷിഫ്റ്റ് ആക്കി കൊടുക്കുകയാണ്. മൺഡേ ആക്കുന്ന സമയത്ത് കണ്ടോ, എവിടെ മാർക്കറ്റിൽ നിന്ന് കഴിഞ്ഞാലും നമുക്ക് മാക്സിമം പ്രോഫിറ്റ് എടുത്തിട്ട് ട്രേഡ് എക്സിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ മാർക്കറ്റ് ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ സ്ട്രാറ്റജി എൻ്റർ ചെയ്ത സമയത്തുള്ള അവസ്ഥ. ഇനി എന്തായാലും മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് നമ്മളങ്ങനെ ട്രേഡിൽ എൻ്റർ ചെയ്ത ശേഷം ബുധൻ, വ്യാഴം, വെള്ളി ഈ വീക്ക് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റർ ചെയ്ത ശേഷം മാർക്കറ്റ് അല്പം ഒന്ന് താഴേക്ക് വന്നു, വീണ്ടും മുകളിലേക്ക് പോയി, വീണ്ടും നല്ല രീതിയിൽ മുകളിലേക്ക് പോയിട്ടൊരു ഹയർ ലെവലിൽ ക്ലോസ് ചെയ്ത് നിൽക്കുകയാണ്. ഫ്രൈഡേ മാർക്കറ്റ് അവസാനിച്ച സമയത്ത് നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമ്മുടെ ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് നിന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം പ്രോഫിറ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രൈഡേ ഈവനിങ് പൊസിഷൻ എക്സിറ്റ് ചെയ്യായിരുന്നു, ഞാൻ ഫ്രൈഡേ ഈവനിങ് പൊസിഷൻ എക്സിറ്റ് ചെയ്തിട്ടില്ല. അതായത് നമുക്ക് കോൾ സൈഡിൽ നിന്ന് ഒരു 3 രൂപ, പുട്ട് സൈഡിൽ നിന്ന് ഒരു 3 രൂപ, അറൗണ്ട് 3 രൂപയല്ലേ പ്രോഫിറ്റ് കിട്ടാനായിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു 2.5 രൂപയും നമുക്ക് 2.5 പോയിന്റ് കോൾ സൈഡിലും 2.5 പോയിന്റ് പുട്ട് സൈഡിലും ഓൾമോസ്റ്റ് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് വേണമെങ്കിൽ പൊസിഷൻ എക്സിറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ശനി ഞായറും കൂടെ വെയിറ്റ് ചെയ്തിട്ട് മൺഡേ മോർണിംഗിൽ ട്രേഡ് എക്സിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വെള്ളിയാഴ്ച അവസാനിച്ചിട്ടുണ്ട്. ആക്ച്വലി സാറ്റർഡേ ആണ് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച ഈവനിങ് US-ൻ്റെ ഭാഗത്തു നിന്ന് ഒരു നെഗറ്റീവ് ന്യൂസൊക്കെ വന്നിട്ടുണ്ട്. മറ്റേ ചൈനയുടെ പുറത്ത് പിന്നെ താരിഫ് കൊണ്ടുപോയി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ന്യൂസുകളൊക്കെ വന്നിട്ട് അവിടെയുള്ള ഗ്ലോബൽ മാർക്കറ്റുകളൊക്കെ ഡൗൺ ആണ്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് അത്ര റിയാക്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് മൺഡേ ഉണ്ടാകുമെന്നറിയാം. അങ്ങനെ ഒരു ഗ്യാപ് ഡൗൺ വന്നു കഴിഞ്ഞാലും ഈവൻ ഒരു 0.5 to 1%-ൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ് ഡൗൺ വന്നു കഴിഞ്ഞാലും പൊസിഷൻ ഓൾമോസ്റ്റ് സേഫ് ആയിരിക്കും. ദെൻ ആ നേരത്ത് മൺഡേ നമുക്ക് പൊസിഷൻ എക്സിറ്റ് ചെയ്യാൻ പറ്റും. മാക്സിമം പ്രോഫിറ്റോട് കൂടിയിട്ട് പൊസിഷൻ എക്സിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് മൺഡേ എങ്ങനെയാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. ദെൻ പൊസിഷൻ എക്സിറ്റ് ചെയ്യുന്നു, മാക്സിമം പ്രോഫിറ്റോട് കൂടിയിട്ട് ട്രേഡ് അവസാനിപ്പിക്കുന്നു. അപ്പോൾ നമ്മളൊരു നോൺ ഡയറക്ഷണൽ ഓപ്ഷൻ സെല്ലിംഗ് പൊസിഷനിൽ എൻ്റർ ചെയ്തതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ആ ഒരു രീതിയിലാണ് നമ്മുടെ പൊസിഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വളരെ സേഫായി കൊണ്ട് വലിയ റിസ്ക് എടുക്കാതെ ഫാർ OTM ഒക്കെ സെല്ല് ചെയ്തുകൊണ്ട് റിസ്ക് ലിമിറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള പൊസിഷൻ സൈസ് ചെയ്തുകൊണ്ട് റിസ്ക് റിവാർഡ് ഫോളോ ചെയ്തതുകൊണ്ട് ട്രേഡിംഗ് സൈക്കോളജി ഒക്കെ ആയിട്ടൊക്കെ ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനൊരു പേഴ്സണൽ മെൻറ്റർഷിപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. യെസ്, അങ്ങനെ മൺഡേ മാർക്കറ്റ് ചെറിയൊരു ഗ്യാപ് ഡൗണോട് കൂടി ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് റിയാക്ട് ചെയ്ത പോലെ ഓവറായിട്ട് നമ്മുടെ മാർക്കറ്റ് റിയാക്ട് ചെയ്തിട്ടില്ല. സോ
വിക്സും ആൾറെഡി കൂടിയിട്ടുണ്ട്. സോ നമ്മൾ ഇനി ഒരു പൊസിഷൻ അങ്ങനെ വെക്കുന്നില്ല. മാക്സിമം കിട്ടിയ പ്രോഫിറ്റ് കൊണ്ട് പൊസിഷൻ എക്സിറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി പൊസിഷൻ പ്രോഫിറ്റ് ആയ സ്ഥിതിക്ക് എന്തായാലും ഇപ്പോൾ പൊസിഷൻ എക്സിറ്റ് ചെയ്യുന്നു. ഒരു 0.4% പൊസിഷൻ എക്സിറ്റ് ചെയ്യാനായിട്ട് പോകുന്നു.